ദൈവമഹത്വത്തിലേക്ക് സ്വാഗതം. IMSമ്മയുടെ സന്നിധാനത്തിൽ നിന്നും നിങ്ങൾക്കേവർക്കും സ്നേഹവന്ദനങ്ങൾ. നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകാം, ഉയർച്ചയുണ്ടാകാം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ടുവരുന്നത് തകർച്ചകളാണ്. എന്നാൽ കൊടുങ്കാറ്റിന് ശേഷം ശാന്തതയും രാത്രിക്ക് പിന്നാലെ പകലും ഉണ്ടാകുന്നു. അതുപോലെ ദുഃഖ ദുരിതങ്ങളിൽ നമ്മൾ കർത്താവിൽ ആശ്രയിക്കുന്നവരാണെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ആശ്വാസം കടന്നു വരുന്നു. ദൈവം എപ്പോഴും തന്നിൽ ആശ്രയിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നു. സങ്കീർത്തനത്തിൽ 37-ാമത്തെ അധ്യായത്തിൽ 23-ഉം 24-ഉം തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കർത്താവിന് പ്രീതികരമായി ചരിക്കുന്നവരെ അവിടുന്ന് സ്ഥിരനാക്കും. അവൻ വീണേക്കാം, എന്നാൽ അത് മാരകമായിരിക്കുകയില്ല. കർത്താവ് അവൻ്റെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. ഈ ബോധ്യത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ നമ്മളും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്ന് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമ്മുടെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും എങ്ങനെയാണ് എന്ന് ഒന്ന് ചിന്തിക്കാം. പ്രീതികരമായിട്ടുള്ളത് നമുക്ക് അന്വേഷിക്കാം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ലക്ഷ്യമുണ്ടായിരിക്കേണ്ടത് ഇതാണ്: നമ്മൾ എപ്പോഴും ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളവ ചെയ്യും എന്നുള്ളത്. സത്യത്തിനെതിരെ മുഖം തിരിച്ച പീലാത്തോസിനെ പോലെ ആകുകയില്ല. സീസറിൻ്റെ പ്രീതി ആഗ്രഹിച്ച് സത്യത്തിനു നേരെ മുഖം തിരിച്ച പീലാത്തോസിൻ്റെ മനോഭാവം നമ്മളിൽ ഉണ്ടെങ്കിൽ അവയെ എന്നേക്കുമായി നമുക്ക് കൈവിടാം. അങ്ങനെ സത്യത്തിനു വേണ്ടിയിട്ട് നിലകൊണ്ട് കർത്താവിൻ്റെ ഹിതം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടുന്നവരായി മാറും. കിഴക്കോട്ടും പടിഞ്ഞാറോട്ടും ഒഴുകുന്ന നദികളുടെ ഗതി ഭിന്നമാണെങ്കിലും അവസാനം അവയെല്ലാം സമുദ്രത്തിൽ എത്തിച്ചേരുന്നു. അതുപോലെ ലോകത്തിൽ ജീവിക്കുന്നവർ ദരിദ്രനോ ധനവാനോ പണ്ഡിതനോ പാമരനോ ആരു തന്നെയായാലും ജീവിതയാത്രയ്ക്കൊടുവിൽ ദൈവത്തിരുമുമ്പിൽ എത്തിച്ചേരുന്നു. അന്ന് നാം ദൈവസമക്ഷത്തിൽ സ്വീകാര്യനാണെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറുന്നു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവേഷ്ടപ്രകാരമുള്ള ഒരു ജീവിതത്തിലേക്കാണ് കടന്നു വരേണ്ടത്. പൗലോസ് ശ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിക്കൊണ്ട് പറയുന്നത് ഇതാണ്. 5-ാമത്തെ അധ്യായത്തിൽ 9-ഉം 10-ഉം തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്: അടുത്തായാലും അകലെയായാലും അവിടുത്തെ പ്രസാദിപ്പിക്കുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. എന്തുകൊണ്ടെന്നാൽ ഓരോരുത്തരും തങ്ങളുടെ ശാരീരികതയിൽ ചെയ്തിട്ടുള്ള നന്മ തിന്മകൾക്ക് പ്രതിഫലം ലഭിക്കുന്നു. നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പിൽ വരണം. സഹനങ്ങളും അനർത്ഥനങ്ങളും ലോകൈക പദ്ധതിയുടെ ഭാഗമായി കഴിഞ്ഞാൽ അവയെന്നും മനുഷ്യനോട് ഒത്തുണ്ടായിരിക്കും. കർത്താവിന് പ്രീതികരമായി ജീവിക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. പൗലോസ് ശ്ലീഹായെപ്പോലെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാനുള്ള കൃപ നമുക്ക് ലഭിക്കട്ടെ എന്ന് അപേക്ഷിക്കാം. സങ്കീർത്തകനെ പോലെ നമുക്കും പ്രാർത്ഥിക്കാം: കർത്താവേ, അങ്ങയിലാണ് ഞാൻ ആശ്രയിക്കുന്നത്. അങ്ങയുടെ ഹിതം അനുവർത്തിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. നിങ്ങളെല്ലാവരെയും കർത്താവായ ഈശോ അനുഗ്രഹിക്കട്ടെ. ഈ തിരുവചനങ്ങൾ നിങ്ങളുടെ മനസ്സിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെല്ലട്ടെ. ആമേൻ.